മധുരയിൽ പാർട്ടി കോൺഗ്രസ്. CPM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. BV രാഘവലുവാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. രാഷ്ട്രീയ പ്രമേയത്തിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും. ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് മറുപടി പറയും. ചർച്ചയിൽ ഉയർന്ന ഭേദഗതികൾ കൂടി പരിഗണിച്ച് രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കും. സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നേരത്തെ കുറച്ചൊക്കെ പുറത്തു വന്നിരുന്നു. പാർട്ടി യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പലയിടത്തും ദുർബലമാവുന്നുണ്ട്. നേട്ടങ്ങൾ ദേശീയ തലത്തിൽ, ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഒരു സർക്കാർ ഉള്ളത്, അതിൻ്റെ നേട്ടങ്ങൾ വേണ്ട വിധത്തിൽ എത്തിക്കാൻ കഴിയുന്നില്ല. ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർന്ന് നടക്കുന്ന ചർച്ചയിലും വളരെ നിർണായകമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പരിഗണനയിലുള്ളത് ഇപ്പോൾ 4 പേരാണ്. MA ബേബി, PB രാഘവലു, അശോക് ധാവ്ലെ, മുഹമ്മദ് സലീം എന്നിവരെ കേന്ദ്രീകരിച്ചാണ് CPMൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള MA ബേബിക്ക് തന്നെയാണ്. അവസാന മണിക്കൂറുകളിൽ കാര്യമായ അട്ടിമറിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ബേബി EMSന്റെ പിൻഗാമിയായി മലയാളിയായ സെക്രട്ടറിയാകും. സീതാറാം യെച്ചൂരിയുടെ പകരക്കാരൻ ആരെന്ന ചർച്ചകൾ പാർട്ടി കോൺഗ്രസിന് മുമ്പേ CPMൽ സജീവമായിരുന്നു. പല സാധ്യതകൾ പാർട്ടി പരിശോധിച്ചു. ബൃന്ദ കാരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിലുണ്ടായിരുന്നു. പക്ഷേ ബൃന്ദയും നേതൃത്വവും അത് ആദ്യമേ തള്ളി. യെച്ചൂരിയുടെ മരണത്തിന് ശേഷം ബൃന്ദയെ കോഓർഡിനേറ്റർ ആക്കാത്തതു തന്നെ അവർ അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന സൂചനകൾ പോലും ഒഴിവാക്കാനായിരുന്നു. അശോക് ധാവ്ലെയെ സെക്രട്ടറി ആക്കുന്നതിന്റെ സാധ്യതകൾ പാർട്ടി പരിശോധിച്ചിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ കർഷക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ധാവ്ലെ അവിടെ തന്നെ തുടരുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം എത്തിയത്. BV രാഘവലു പൊളിറ്റ് ബ്യൂറോയിലെ സീനിയർ നേതാവാണ്. എന്നാൽ തെലങ്കാനയിലെ പാർട്ടി ചാനൽ കൈമാറ്റം ഉൾപ്പെടെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ രാഘവലുവിന് തിരിച്ചടിയാണ്. ഒരു ഘട്ടത്തിൽ PB അംഗത്വം ഉൾപ്പെടെ രാജിവെക്കാൻ തയ്യാറായതും കളങ്കമായുണ്ട്. മുഹമ്മദ് സലീമായിരുന്നു മറ്റൊരു സാധ്യത. എന്നാൽ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായ സലീമിനെ അവിടെ നിന്ന് മാറ്റുന്നത് തിരിച്ചുവരവിന് കഠിന പരിശ്രമം നടത്തുന്ന ബംഗാളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതിനാൽ സലീമിന്റെ വഴിയും അടഞ്ഞു. ഇതോടെയാണ് സ്വാഭാവിക സാധ്യതയായി ബേബി മാറുന്നത്. കുറെ വർഷങ്ങളായി കേരളമാണ് പ്രവർത്തന കേന്ദ്രമെങ്കിലും വർഷങ്ങളോളം ഡൽഹിയിൽ പ്രവർത്തിച്ച പരിചയവും ബേബിക്കുണ്ട്. ഏറ്റവും ശക്തമായ സംസ്ഥാന ഘടകമായ കേരളത്തിന്റെ പിന്തുണ ബേബിയുടെ സാധ്യതകൾ കൂട്ടുന്നു. പാർട്ടി കോൺഗ്രസിലെ കേരള പ്രതിനിധികൾക്കിടയിൽ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന വികാരവും ശക്തിപ്പെടുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. പിണറായി അനുകൂലമെങ്കിൽ ബേബി ജനറൽ സെക്രട്ടറി ആകും. മറിച്ചായാൽ പാർട്ടി കോൺഗ്രസിന് ശേഷം അത് കേരള പാർട്ടിയിൽ വലിയ ചർച്ചകൾക്കും ഒരുപക്ഷെ തർക്കങ്ങൾക്കും വഴിവച്ചേക്കും. VV അരുൺ, ന്യൂസ് 18, മധുര. വിശദാംശങ്ങളുമായി അരുൺ തന്നെ മധുരയിൽ നിന്ന് ചേരുന്നു. അരുൺ, ഇന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. സംഘടനാ റിപ്പോർട്ടിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിലേക്കുള്ള ചർച്ചകൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്ന ആ ദിവസങ്ങളിലാണ് ഈ റിപ്പോർട്ടിന്മേൽ ചർച്ച നടക്കുന്നത്. രാഷ്ട്രീയ പ്രമേയ ചർച്ചയും അവസാന ഘട്ടത്തിലാണല്ലോ. അരുൺ, കേൾക്കാമോ? അകത്തേക്ക് അറിയുകയായിരുന്നു. ഏതായാലും CPMന്റെ പ്രതികരണം നേരത്തെ പുറത്തു വന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് CPMന്റെ പാർട്ടി കോൺഗ്രസിൽ. അത് കൃത്യമായി പറയുമ്പോൾ ഇന്ന് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചേക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഈ
രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുന്ന ദിവസമാണ്. അതിനിടയിൽ വലിയൊരു വിവാദം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തിരിച്ചു വന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വേണം ഇവിടെ തന്നെ. അപ്പം ഞാൻ ഇപ്പൊ പെട്ടെന്ന് റെഡിയായി വരാം. അവർ വന്നിരിക്കുന്നു. റെഡിയായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോവാം. കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം ഉണ്ടാകും, പക്ഷെ അത് അല്പസമയത്തിനകം പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുക എന്ന ഒരു പാർട്ടി കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ നടപടിയാണെന്ന് ഉണ്ടാകാൻ പോകുന്നത്. അതിന് ശേഷം രാത്രി വൈകുന്നേരത്തോടുകൂടി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. ബി വി രാഘവലുവാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. അതിന്മേൽ നാളെ മറ്റന്നാളുമായി ചർച്ച നടക്കും. ഇന്നലെയാണ് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും ഇന്നലെ രാവിലെ ആണ് ചർച്ച ആരംഭിച്ചത്. അത് ഇന്ന് ഉച്ചവരെ തുടരും. അതിനുശേഷം അദ്ദേഹം ഈ ചർച്ചയ്ക്ക് മറുപടി പറയും. ഭേദഗതികളോടുകൂടി രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്യും. അതാകും അടുത്ത 3 വർഷത്തേക്ക് CPM-ന്റെ നയ സമീപനങ്ങൾ ഏത് തരത്തിലാകാം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം സഖ്യങ്ങളുടെ കാര്യത്തിലടക്കം ഏത് തരത്തിൽ വേണമെന്ന കാര്യത്തിൽ ധാരണയുണ്ടാവുക. രാഷ്ട്രീയ പ്രമേയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമമാണത്. അതിനുശേഷമാകും രാത്രിയോടുകൂടി PB രാഘവലു ഈ പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ശേഷം പാർട്ടി ഏറ്റെടുത്തതും പാർട്ടി സംഘടന എങ്ങനെയാണ് മുന്നോട്ട് പോയതും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സംഘടനാ റിപ്പോർട്ട് രാഘവലു അവതരിപ്പിക്കുക. ജനറൽ സെക്രട്ടറി ആരെന്ന് സംബന്ധിച്ച ചർച്ചകളും സജീവമായി തന്നെ തുടരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മലയാളിയായ PB അംഗം MABക്ക് തന്നെയാണ് ഈ ഘട്ടത്തിലും സാധ്യത കൂടുതൽ. രാഘവലു, മുഹമ്മദ് സലീം പോലുള്ള പേരുകളും നേരത്തെ CPM, അശോക് ധാവളി തുടങ്ങിയ പേരുകളും CPM സജീവമായി പരിഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MAB ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലെന്നാണ് നേതാക്കൾ പറയുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകുകയാണ്. ഇന്ന് റിപ്പോർട്ട് അംഗീകരിക്കും. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിലാണ് പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഒരു പ്രോസിക്യൂഷൻ അനുമതി ഉണ്ടാകുന്നത്. എന്തായാലും തുടർ പ്രതികരണങ്ങൾ ഇന്ന് മധുരയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ധനമന്ത്രി ബാലഗോപാൽ അടക്കമുള്ളവരുടെ പ്രതികരണം ഉണ്ടാകും. നമുക്ക് അപ്പോഴത്തേക്ക് തിരിച്ചെത്താം.